ഹലോ, എല്ലാവർക്കും കോക്കോടോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു എഗ്ലെസ് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കാണ്. ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പ്ലം കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒരു 2-3 ഡേയ്സ് മിനിമം ആൽക്കഹോളിൽ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലം കേക്ക്സ് ഉണ്ടാക്കുക. അങ്ങനെയൊന്നും സോക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. ഇതിന് നമുക്ക് സോക്ക് ചെയ്ത് വെക്കുകയോ അങ്ങനത്തെ യാതൊരുവിധ പ്രൊസീജിയേഴ്സും ഇല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കിസ്മിസ്, കൂടാതെ കുറച്ച് ഡ്രൈഡ് കിവി, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്രാൻബെറി, അതുപോലെ ടൂട്ടിഫ്രൂട്ടി, പിന്നെ കുറച്ച് പ്ലംസ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് അത്രയും പ്ലംസ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലംസ് കൂടുതൽ ചേർക്കുന്നതാണ് നമ്മുടെ കേക്കിന് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിന് 1/4 കപ്പ് വെള്ളം എന്ന അളവിൽ ഞാൻ ആഡ് ചെയ്തു. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അവിടെ കിടന്ന് തിളച്ച് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും. അപ്പോഴേക്ക് ഈ ജ്യൂസ് മുഴുവനും ഈ ഫ്രൂട്ട്സ് അബ്സോർബായിട്ട് അത് നല്ല വീർത്ത് വരും. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജ്യൂസൊക്കെ വറ്റി വന്ന്. ഇനി നമുക്കിത് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കാം, തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ക്യാരമലൈസ് ചെയ്യാനാണ് ഷുഗർ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് നല്ലപോലെ കൂട്ടി വെക്കാം. അടി കരിയാതിരിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടന്നിട്ട് വേഗം ക്യാരമൽ ആയിക്കോളും. നമ്മുടെ ഷുഗർ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർക്ക് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഡാർക്ക് ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തി. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് നമുക്ക് കുറച്ച് ഒരു സെമി തിക്കായിട്ടുള്ള ഒരു ക്യാരമൽ സിറപ്പ് കിട്ടും. ഈ ക്യാരമലാണ് നമ്മുടെ കേക്കിന് ആ ഒരു കളർ കൊടുക്കുന്നത്. നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. അടുത്തത് കേക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സെമി റോസ്റ്റഡ് ആണ്. കുറച്ച് ആൽമണ്ട്, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് വാൽനട്ട് എല്ലാം എടുത്ത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തു. നട്ട്സ് നമ്മുടെ കേക്കിനൊരു ക്രഞ്ചിനെസ് കൊടുക്കും. അടുത്തത് കുറച്ച് ഷുഗർ നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 പീസ് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇഞ്ചി ഉണ്ടെങ്കിൽ, അതായത് ചുക്ക്, ഡ്രൈഡ് ജിഞ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഓറഞ്ച് സിസ്റ്റ്, ഒരു 1 ടീസ്പൂണോളം ഓറഞ്ച് സിസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഷുഗർ കംപ്ലീറ്റ്ലി മെൽറ്റ് ആകുന്നിടം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
വെജിറ്റബിൾ ഓയിലിന് പകരം നമുക്ക് മെൽറ്റഡ് ബട്ടറും ഉപയോഗിക്കാം. ഇതേ അളവിൽ തന്നെ 1/2 കപ്പ്. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്. കൂടാതെ നമുക്ക് നല്ലൊരു എസൻസിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ. ഈ സിന്നമൺ പൗഡറും ഗ്രാമ്പും ഇഞ്ചിയും ആ ഓറഞ്ച് സിസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേക്കിന്. ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്യാരമൽ സിറപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 പിഞ്ച് സോഡ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരുമിച്ച് ആഡ് ചെയ്താൽ ഒരു ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ചിട്ടു. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്ത സെക്ഷൻ ആഡ് ചെയ്ത് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് പോർഷനും കൂടെ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഫോൾഡ് ചെയ്യരുത്. ഒരുപാട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ക്രാക്സ് വരാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പാരച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ കേക്ക് ഞാനൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ടാണ് അതിൻ്റെ കുക്കിംഗ് ചെയ്യേണ്ടത്. അപ്പം ടെമ്പറേച്ചർ ഒരു 160 to 170 റേഞ്ചിലേ വെക്കാവുള്ളൂ. അതുപോലെ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഏതാണ്ട് 1-1.25 മണിക്കൂറോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ എടുക്കും. അപ്പം ഞാൻ ലാസ്റ്റ് അതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നട്ട്സ് കൂടെ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ചിലർ മൈദയിലൊന്ന് പൊതിഞ്ഞിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ താന്നു പോവുകയൊന്നുമില്ല. ഇതിങ്ങനെ കേക്ക്സിൽ ഫുള്ളി ഫ്രൂട്ട്സ് ഇങ്ങനെ സ്പ്രെഡായി നിന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് 50 മിനിറ്റ്സ് എടുത്തു 160 ഡിഗ്രി സെൽഷ്യസിൽ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ധാരാളം ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർന്ന് വളരെ സൂപ്പർ റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണിത്.
ഇത് നമ്മുടെ ഷോപ്സിലൊക്കെ വാങ്ങുന്ന പ്ലം കേക്കിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എഗ്ഗൊക്കെ വെച്ച് ചെയ്യേണ്ട ആൾക്കാർക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്തതിന് പകരം 2 മുട്ട ചേർത്ത് ഉണ്ടാക്കുക. ഇതേ റെസിപ്പി തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ സോഫ്റ്റാണ്. കട്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.